നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം പാസാക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച നിർദ്ദിഷ്ട ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ ചേർന്ന പ്രഥമ സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPC യോഗം സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തെ അക്ഷരാർത്ഥത്തിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തെയും ഫെഡറൽ സ്വഭാവത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ തത്വങ്ങളെയും ദുർബലപ്പെടുത്തുന്ന നിർദ്ദിഷ്ട ബില്ലിനെ കുറിച്ചുള്ള JPC ചർച്ചകൾ അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന നീതിന്യായ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അംഗങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനം ജനുവരി 31 ചേരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള സുപ്രധാനമായ ഈ നിയമനിർമ്മാണം സംബന്ധിച്ച ചർച്ചകൾക്ക് കേവലം 3 ആഴ്ച സമയം മാത്രമാണ് ലഭിക്കുക. ഇത് സംബന്ധിച്ച JPC പ്രവർത്തനങ്ങൾ ഫലപ്രദമായി പൂർത്തിയാക്കാൻ 1 വർഷക്കാലം ആവശ്യമാണെന്നിരിക്കെയാണ് 3 മാസം കൊണ്ട് പരിപാടി പൂർത്തിയാക്കുവാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി JPCയിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. രാജ്യത്ത് കാലങ്ങളായി നിലനിന്നു പോന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മൗലിക മാറ്റം ലക്ഷ്യം വെച്ചുള്ള ബില്ലുമായി ബന്ധപ്പെട്ട ബൃഹത്തായ രേഖകൾ യോഗത്തിന് 48 മണിക്കൂർ മുമ്പ് മാത്രമാണ് JPC അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്തത്. ഇതോടെ JPC വെറും പ്രഹസനമാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. JPC അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ബിൽ പാർലമെന്റിന്റെയും ജനങ്ങളുടെയും മേൽ അടിച്ചേൽപ്പിക്കാമെന്ന തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. JPCയുടെ അടുത്ത യോഗത്തിൽ മീറ്റിംഗിന്റെ ഘടനയും നടപടിക്രമങ്ങളും തീരുമാനിക്കാമെന്നും ഭരണകക്ഷി പറയുന്നുണ്ട്. വസ്തുത ഇതായിരിക്കെ JPC എന്നത് പാർലമെന്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കുകയെന്ന ഭരണകൂട കുതന്ത്രത്തിന്റെ ഭാഗമാണെന്ന പ്രതിപക്ഷാരോപണം സത്യമായിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിയമസഭയുടെ കാലാവധി വെട്ടിക്കുറക്കുകയോ നീട്ടി നൽകുകയോ ചെയ്യാതെ ഒരേ സമയം രാജ്യത്തൊട്ടാകെ ലോക്സഭയുടെയും നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ അസാധ്യമാണ്. സംസ്ഥാന മന്ത്രിസഭകളുടെ മേൽ അവിശ്വാസം കൊണ്ടുവരാനും സംസ്ഥാന മന്ത്രിസഭകളെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാൻ ഗവർണർമാർക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 365 നൽകുന്ന അവകാശം നിലനിർത്തിക്കൊണ്ടും സംസ്ഥാന നിയമസഭകൾക്ക് അവയുടെ നിർദ്ദിഷ്ട കാലാവധി പൂർത്തിയാക്കാനാവും എന്ന് ആർക്കാണ് ഇവിടെ ഉറപ്പു നൽകാൻ സാധിക്കുക എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ നാളിതുവരെ അനുച്ഛേദം 365 ഉപയോഗിച്ച് 134 പ്രാവശ്യം സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിട്ട ചരിത്രം ഇന്ത്യക്കുണ്ട്. വസ്തുത ഇതായിരിക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകൾ അവയുടെ കാലാവധി പൂർത്തിയാക്കുമെന്ന സങ്കല്പം അടിസ്ഥാനരഹിതമാണ്. അവിശ്വാസത്തിലൂടെയോ യൂണിയൻ ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെയോ ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാനായില്ലെങ്കിൽ 5 വർഷ കാലാവധിയിൽ അവശേഷിക്കുന്ന കാലത്തേക്ക് പുതിയ ഒരു നിയമസഭയെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ പൗരന്മാർ അത്തരമൊരു സഭയിലും സർക്കാരിലും എന്തിന് വിശ്വാസം അർപ്പിക്കണമെന്ന ചോദ്യവും പ്രസക്തമാണ്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കുമെന്ന ബില്ലിന്റെയും രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെയും അവകാശവാദവും JPC യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. വ്യക്തമായ കണക്കുകളുടെയോ യുക്തിഭദ്രമായ വാദഗതികളുടെയോ പിന്തുണയില്ലാതെ അവകാശവാദമാണ് കമ്മിറ്റിയും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക വഴി തെരഞ്ഞെടുപ്പ് ചെലവിലുണ്ടാകുന്ന കുറവ്, സർക്കാർ അവകാശപ്പെടുന്നത് പോലെ വികസന കുതിപ്പ് വഴി മൊത്ത ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്നിവ സംബന്ധിച്ച കണക്കുകൾ JPC മുമ്പാകെ സമർപ്പിക്കാൻ അംഗങ്ങൾ നിയമ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.